ഹായ് ഡിയർ ഓൾ, എല്ലാവർക്കും ഇൻഗ്രീഡിയൻസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് തീരെ കയ്പില്ലാത്ത രീതിയിൽ ഒരു പാവയ്ക്കത്തിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇവിടെ ഞാൻ 2 പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എല്ലാ ഉള്ളിയും വൃത്തിയാക്കി എടുക്കാം. പിന്നെ പാവയ്ക്ക ഞാൻ നീളത്തിലാണ് അരിയാറുള്ളത് തീയലിനായിട്ട്. ഇതുപോലെ നമുക്കല്പം കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അതുപോലെ ഉള്ളി നമുക്ക് അരിഞ്ഞെടുക്കാം. കൂടെ 2 പച്ചമുളകും തേങ്ങാക്കൊത്തും കൂടി ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും എടുക്കാം. നമുക്ക് ഒരു തേങ്ങയുടെ 1/4 ഭാഗം എടുക്കാം. തീയലിന് അല്പം മൂത്ത തേങ്ങയാണ് നല്ലത്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും നല്ല എരിവുള്ള മുളക് 10 എണ്ണവും. പിന്നെ നമുക്ക് വേണ്ടത് വാളൻപുളിയാണ്. അത് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാൻ വയ്ക്കാം. മഞ്ഞൾപ്പൊടി, കടുക്, വറ്റൽമുളക്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇപ്പോൾ ഒരു മൺചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാവയ്ക്ക ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അതിലെ വെള്ളം ഒന്ന് വറ്റട്ടെ. നമുക്കതിനോടൊപ്പം തന്നെ ഉള്ളി ചേർക്കാം. ഇപ്പോൾ ഉടനെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. നമ്മൾ ഈ പാവയ്ക്കയിലെ ഉള്ളിയിലെയും ഒക്കെ വെള്ളം അല്പം വലിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ആ കൂട്ടത്തിൽ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. തേങ്ങാക്കൊത്തും കൂടെ ഇടാം. ഇപ്പോൾ ഏകദേശം അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അതിനായിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ സമയത്ത് നമുക്ക് അരപ്പിലേക്ക് വേണ്ടിയ തേങ്ങ വറുത്തെടുക്കാം. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്കത് വറുത്തെടുക്കാം. നല്ല മൂത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. ആ കൂട്ടത്തിൽ നമ്മൾ ഉണക്കമുളക് ചേർക്കുന്നു. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർക്കുന്നു. നമ്മൾ വറക്കാനൊക്കെ എടുക്കുമ്പോൾ ആദ്യം മല്ലിയാണ് ചേർക്കേണ്ടത്. പക്ഷേ ഇപ്പം ഞാൻ ചേർത്ത മല്ലി ഒന്ന് ഞാൻ വറുത്ത് വെച്ചത് കൊണ്ടാണ് ഇച്ചിരി കഴിഞ്ഞതിന് ശേഷം ഇട്ടത്. ഇപ്പം നമുക്ക് വഴഞ്ഞു വന്ന പാവയ്ക്കയും ഉള്ളിയും ആ കൂട്ടിലേക്ക് നമുക്ക് വാളൻപുളി പിഴിഞ്ഞൊഴിക്കാം. അത് ഒന്ന് അരിപ്പയിൽ അരിച്ചൊഴിച്ച് കഴിഞ്ഞാൽ അതിലെ കുരുവും പുളിയുടെ തോട് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് മാറിക്കിട്ടും. ഇപ്പം നന്നായിട്ട് തന്നെ അതൊന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇങ്ങനെ ഉപ്പും പുളിയും ഇട്ട് വഴറ്റുന്നതുകൊണ്ട് പാവയ്ക്കയുടെ കയ്പ്പ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഇനി നമുക്ക് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. അതിലേക്ക് 4-5 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങ പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ അരകല്ലിലാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് അരച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ മുളകൊക്കെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ കല്ലിൽ അരച്ച് ബുദ്ധിമുട്ടേണ്ട. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിൽ പൊടിച്ചെടുത്താൽ മതിയാവും. പക്ഷേ തേങ്ങയുടെ ചൂട് നന്നായിട്ട് പോയിട്ട് മാത്രം അങ്ങനെ ചെയ്തെടുക്കുക. എത്ര കയ്പുള്ള പാവയ്ക്കയാണെങ്കിലും വളരെ ഇഷ്ടത്തോടു കൂടി കഴിച്ചിരുന്ന ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. അത്തയ്ക്കായിരുന്നു പാവയ്ക്കത്തിയൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ആ പഴയ രീതിയിൽ തന്നെ കല്ലിലരച്ച് വെക്കാമെന്ന് തീരുമാനിച്ചത്.
ഇപ്പം നമ്മൾ തേങ്ങ ഏകദേശം അരച്ച് കഴിഞ്ഞു. നമ്മൾ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ നമുക്ക് പറ്റുന്നത്. അപ്പോൾ നമ്മൾ അരച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കല്ല് കഴുകിയ വെള്ളം നമ്മൾ കുറച്ച് എടുക്കുകയാണ്. അതിന് നമ്മൾ മടിയൊന്നും വിചാരിക്കേണ്ട. നമ്മൾ തേങ്ങ അരയ്ക്കുന്നതിന് മുമ്പ് കല്ലും നമ്മുടെ കയ്യുമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണല്ലോ നമ്മൾ അരയ്ക്കുന്നത്. അപ്പോൾ ആ വെള്ളവും കൂടെ നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ്. പഴയ രീതിയിൽ കറി വെക്കുന്ന എല്ലാ അമ്മമാരും ഇങ്ങനെ കല്ല് കഴുകിയ ഒരല്പം വെള്ളം അതിൽ ചേർക്കാറുണ്ട്. ഇപ്പം ഞാൻ അല്പം തിളച്ച വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് അരപ്പൊന്ന് നേർപ്പിക്കാനായിട്ട്. ആ കൂട്ടത്തിൽ പുളിയും ഉപ്പും നോക്കാം. അല്പം പുളി കുറവായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഒരു ടീസ്പൂണോളം പുളി ഇപ്പം ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അടച്ചു വെച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. പാവയ്ക്കായും ഉള്ളിയും ഒരു 1/4 ഭാഗം വെന്തിരുന്ന സമയത്താണ് നമ്മൾ അരപ്പ് ചേർത്തത്. അതുകൊണ്ട് തന്നെ കറി പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കുറച്ചൊരു നേർത്ത പരുവത്തിൽ തന്നെ നമ്മൾ കറി വാങ്ങുന്നതാണ് നല്ലത്. ചട്ടിയുടെ ചൂട് കൊണ്ട് അത് വീണ്ടും ഒന്നും കൂടി കുറുകും. കയ്പിപ്പോൾ തീരെ കുറവായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ശർക്കര ചേർക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ശർക്കര ചേർക്കാം. ഇനിയിപ്പം നമുക്ക് കടുക് വറക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കയ്പ് തീരെ കുറവുള്ള പാവയ്ക്കാത്തീയൽ റെഡിയായി. പാവയ്ക്കാത്തീയലും മോര് കാച്ചിയതും കൂടിയാണ് ചോറിന് ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നമ്മുടെ സാധാരണ മോര് കാച്ചിയതാണ്. കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല. വെറുതെ മോര് തേങ്ങ അരച്ച് കാച്ചിയതാണ്. അതും നമ്മുടെ തേങ്ങാക്കൊത്തും ഒക്കെ ചേർത്ത് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയാണ്. നമ്മളതൊന്ന് കൂട്ടി തന്നെ മനസ്സിലാകണം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബി ഹാപ്പി, സ്റ്റേ പീസ്ഫുൾ ആൻഡ് ടേക്ക് കെയർ. ബൈ.